നമ്മുടെ മുഖ്യ പ്രഭാഷകരായിരിക്കുന്ന കേരളത്തിലും അതുപോലെ കർണാടകയിലും മുഖ്യ പ്രഭാഷകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് അവറുകളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വളരെയേറെ സന്തോഷമായി. ഉസ്താദ് അവറുകൾ പറയുകയാണ്, ഫെബ്രുവരി മാസത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ, കല്യാണം അതുപോലെയുള്ള പ്രോഗ്രാമുകൾ വെക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഡേറ്റിനെ ഒന്ന് നോക്കിയിട്ട് വെക്കാം. എന്തിനെന്നറിയോ ഉസ്താദ് അവറുകൾ അങ്ങനെ പറഞ്ഞത്? സഹോദരങ്ങളെ, 100-ാം വാർഷികമാണ്. സമസ്തയുടെ 100-ാം വാർഷികത്തിനെ കുറിച്ചിട്ടാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞത്. 100-ാം വാർഷികത്തിന് നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവറുകൾ പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതാ അയക്കാം. ഫെബ്രുവരി ഫസ്റ്റ് ആഴ്ചയിൽ മക്കളുടെ കല്യാണങ്ങൾ ആലോചിക്കുമ്പോൾ, വീട്ടിലെ വിശേഷങ്ങൾ, പുനരാമസം അതൊക്കെ ആലോചിക്കുമ്പോൾ ഫെബ്രുവരി ആദ്യത്തെ ഒരാഴ്ച അങ്ങോട്ട് ഒഴിവാക്കിയിടണം. മക്കളൊക്കെ ആലോചിച്ചോളി. കാരണം എന്താ, എല്ലാ ഉസ്താദുമാരും, ഞാനടക്കം അനീഫൈസിയൊക്കെ എത്ര പ്രാവശ്യം പ്രസംഗത്തിന് വിളിച്ചു അറിയാം. ഫെബ്രുവരി 1 തരുമോ, 2 തരുമോ, 4 തരുമോ എന്നൊക്കെ പറഞ്ഞു. സമ്മേളനം നടക്കുന്നത് കൊണ്ട് എല്ലാ പരിപാടികളും ആ സമയത്ത് മുഴുവൻ പരിപാടി, ആഴ്ചയിലെ തന്നെ മൊത്തം പരിപാടി ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? വെറുതെ സന്തോഷിക്കാൻ, വെറുതെ ഇരുന്ന് സന്തോഷിക്കാൻ. ഒരു ജോലി ഉണ്ടാവില്ല ചിലപ്പോൾ. സമ്മേളന നഗരിയിൽ ഒരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കാലോ, കണ്ടൂടെ? മഹാന്മാരെ കണ്ണീര് വളമാക്കി മാറ്റിയ സമസ്തയുടെ ആഘോഷം കാണാൻ. അപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇതിനെ പാലിക്കണം. കാരണം നിർബന്ധമായിട്ടും പാലിക്കണം. കാരണം സമസ്തയുടെ 100-ാം വാർഷികമാണ് നമ്മുടെ മുന്നിൽ. ഇനി 4 മാസത്തിലാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.